ഇപ്പോഴും നമ്മൾ ഒരു പീരിയഡ്സ് ഡിലേ അല്ലെങ്കിൽ പ്രഗ്നൻസി ഡിലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ ലെവൽസ് കറക്റ്റ് ആണോ, അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് സമയമുണ്ട്. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ള അണ്ടങ്ങളല്ലേ നമുക്കുള്ളൂ. അപ്പം അതിൻ്റെ നമ്മുടെ ബാങ്കിൽ പൈസ അടക്കുന്ന പോലെ നമുക്ക് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്രയും ചിലവാക്കാം. അപ്പം നമ്മുടെ അണ്ടങ്ങൾ കുറവാണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ പ്രഗ്നൻസി ആവണം, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഈ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അത്രയും നേരത്തെ നമ്മൾ കണ്ട നിങ്ങളെ ഒരു ടീമായി പോയാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമ്മുടെ ഇപ്പൊ ചെങ്ങന്നൂരുള്ള ഈ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് ഈ കപ്പിൾസ് വരുന്നത്? ഫീമെയിലിന്റെ ആസ്പെക്റ്റിൽ അവർക്ക് പീരീഡ് കൃത്യത ഇല്ലാതെ വരിക, പ്രൊലോങ്ഡായി വരിക, അപ്പോൾ ആ ഒരു സൈക്കിളിൽ തന്നെ നോർമലായിട്ടുള്ള അണ്ടോത്പാദനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, അതൊക്കെ നമ്മൾ നിവാരണം ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ പുരുഷ വന്ധ്യതയുടെ ഭാഗവുമായി ഇപ്പം ഒരു സെമൻ റിപ്പോർട്ടോ അബ്നോർമൽ ഹോർമോൺ റിപ്പോർട്ടോ ഒക്കെ ആയിട്ടും വരുന്നവരുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങളായിരിക്കും നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇവാലുവേഷനും പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നത്.